സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് റബീഉൽ അവ്വൽ 8 1400 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഹിജറ 11 റബീഉൽ അവ്വൽ 8, ഇതിൻ്റെ തലേ ദിവസം മുതൽ റബീഉൽ അവ്വൽ 7 മുതൽ മദീന ഏറെ പ്രയാസത്തിലൂടെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു. അന്ന് റബീഉൽ അവ്വൽ 7 ഒരു ബുധനാഴ്ചയായിരുന്നു. ആ ദിവസമായിരുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണത്തിന് കാരണമായ വേദന അധികരിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ മാസം സഫർ 29 മുതൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗം, അതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭിച്ചിരുന്നു. അന്നേ ദിവസം റബീഉൽ അവ്വൽ 7 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലവേദനയും പ്രവാചകന്റെ വയറുവേദനയും അധികരിച്ചു എന്ന് പ്രവാചകന്റെ അവസാനത്തെ നിമിഷങ്ങൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിലെല്ലാം ഓരോ നിമിഷത്തെയും അവസ്ഥകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനക്കൽപ്പം ആശ്വാസം ലഭിച്ചപ്പോൾ ശരീരത്തിലേക്ക് വെള്ളമൊഴിച്ച് അല്പം ആശ്വാസം കണ്ടെത്തി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയിരുന്നു. നമസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ ഇരുന്നു കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ജനങ്ങൾക്ക് ഉപദേശം നൽകിയത്. സാധാരണ കയറി നിന്നുകൊണ്ടാണ് പ്രവാചകൻ ആളുകൾക്ക് ഉപദേശം നൽകാറുള്ളത്. പക്ഷേ അധിക സമയം നിൽക്കാനുള്ള താക്കത്ത്, ആരോഗ്യവും കഴിവുമില്ലാത്തതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നായിരുന്നു ഉപദേശങ്ങൾ നൽകിയത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അബ്ദൻ ഖയ്യറഹുല്ലാഹു ബൈന അൻ യുഅതിയഹു മിൻ സഹറത്തി ദുനിയ മാ ശാ വബൈന മാ ഇൻദഹു ഫഖ്താറ മാ ഇൻദഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമയുടെ മുമ്പിൽ ദുനിയാവിൻ്റെ എല്ലാവിധ സുഖസൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പരലോകത്തുള്ള നേട്ടങ്ങളും ഒരടിമയുടെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോൾ ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. സഹാബികളൊക്കെ സാധാരണ നിലയ്ക്ക് പ്രവാചകന് പറയാറുള്ള ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്ന രൂപത്തിലാണ് കേട്ടിരുന്നത്. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞതിൻ്റെ യഥാർത്ഥമായ ആശയം ബോധ്യപ്പെട്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ചേർന്ന് നിന്ന റസൂലിൻ്റെ ഓരോ ഇടപെടലുകളും, പ്രവാചകന്റെ ഓരോ നോട്ടങ്ങളും, അതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിത്വമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞു, ഫദൈനാക ബിആബാഇന വ ഉമ്മഹാതിന യാ റസൂലല്ലാഹ്. റസൂലേ, ഞങ്ങളുടെ ഉപ്പമാരെയും ഉമ്മമാരെയും റസൂലേ, നിങ്ങൾക്ക് ഞങ്ങൾ പകരം നൽകാം. പ്രവാചക, താങ്കൾക്ക് പകരം ഒന്നും ഉണ്ടാകില്ല റസൂലേ എന്ന് പ്രവാചകനോട് പറയുകയും ശക്തമായി കണ്ണുനീർ വാർത്ത് കേൾക്കുന്ന രൂപത്തിൽ അദ്ദേഹം കരയുകയും ചെയ്തു. സഹാബികളൊക്കെ പറഞ്ഞു, ഉൻദുറു ഇലാ ഹാദ ശൈഖ് യുഖ്ബിറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖയ്യറഹുല്ലാഹു ബൈന യുഅതിയഹു മിൻ സഹറത്തി ദുനിയ വബൈന മാ ഇൻദഹു വഹുവ യഖൂൽ ഫദൈനാക ബിആബാഇന വ ഉമ്മഹാതിന. ഇതെന്തൊരു മനുഷ്യനാണ്! ഈ ശൈഖിലേക്ക്, മനുഷ്യനിലേക്ക് നോക്കൂ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു ഒരു അടിമക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച 2 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ മനുഷ്യരിതാ ഇവിടെ നിന്ന് കരയുകയാണ് എന്ന് ആളുകൾ പറയുകയാണ്. അദ്ദേഹത്തിന് മനസ്സിലായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ തെരഞ്ഞെടുത്ത വ്യക്തിയെന്ന്. അഥവാ ദുനിയാവിൽ ജീവിക്കേണ്ടതുണ്ടോ, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ, അതല്ല റബ്ബിലേക്ക് മടങ്ങുന്നോ എന്നതായിരുന്നു അള്ളാഹു ആ മനുഷ്യന്റെ മുമ്പിൽ വെച്ചതും ആ മനുഷ്യനാകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തെരഞ്ഞെടുത്തതും എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനായിരുന്നു ഏറ്റവും നന്നായി മനസ്സിലായത്. കാരണം പ്രവാചകന്റെ അസുഖം അധികരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ഏറ്റവും നന്നായി മനസ്സിലായി. അന്ന് പ്രവാചകൻ അവർക്ക് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. തൊട്ടടുത്ത ദിവസം റബീഉൽ അവ്വൽ 8, ഇന്നുള്ള അതേ ദിവസം
അന്ന് വ്യാഴാഴ്ചയായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നും പള്ളിയിലേക്ക് വന്നു. ആളുകൾക്ക് മിമ്പറിൽ ഇരുന്നു കൊണ്ട് തന്നെ ചില ഉപദേശങ്ങൾ നൽകി. എത്രത്തോളം അസുഖം ബാധിച്ചിട്ടും മൂർച്ഛിച്ചിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സുബഹിനും ളുഹറിനും അസറിനും മഗ്രിബിനും പ്രവാചകൻ പള്ളിയിൽ വന്ന് ജനങ്ങൾക്ക് ഇമാമ് നിന്നു. എന്നാൽ ഇശാഇന്റെ സമയമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇന്ന് നമ്മളുള്ളതുപോലെ റബീഉൽ അവ്വൽ 8-നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയാത്ത വിധം അസുഖം മൂർച്ഛിച്ചത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പ്രവാചകൻ എഴുന്നേൽക്കാൻ നോക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബോധം നഷ്ടപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് സഹാബികൾ പ്രവാചകന്റെ ബോധത്തിൽ നിന്നും നഷ്ടപ്പെട്ടതിൽ നിന്നും പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം തെളിഞ്ഞ ആ നിമിഷം തന്നെ ചോദിച്ചത് അസല്ലന്നാസ്, എൻ്റെ ജനങ്ങൾ നിസ്കരിച്ചോ എന്നാണ്. സഹാബികൾ പറഞ്ഞു, റസൂലെ ഇല്ല വഹും യന്തളിറൂനക്, അവർ താങ്കളെ കാത്തിരിക്കുകയാണ്, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിലൂടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു. പ്രവാചകന്റെ ബോധം തെളിഞ്ഞു, അല്പം ആശ്വാസമുണ്ടായി. റസൂൽ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. 2 കൈയും നിലച്ചു കുത്തിയിട്ട് പ്രവാചകൻ എഴുന്നേച്ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ബോധരഹിതനായി താഴെ വീണു. സഹാബികൾ പിന്നെയും പ്രവാചകൻ എഴുന്നേൽപ്പിച്ചു. പ്രവാചകൻ വീണ്ടും എഴുന്നേൽക്കാൻ നോക്കി. അപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം നഷ്ടപ്പെടുകയാണ്. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ 3 വട്ടം കഴിഞ്ഞപ്പോൾ ഇനി സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമ് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇശാ നമസ്കാരത്തിന് ഏറെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവസാനം അദ്ദേഹം ഇശാ നമസ്കാരത്തിന് ജമാഅത്തിന് നേതൃത്വം വഹിച്ചു. പിറ്റേന്ന് തൊട്ട് മുമ്പത്തെ ദിവസം 2 ദിവസത്തിന് മുമ്പ് റബീഉൽ അവ്വൽ 9 അന്ന് ശനിയാഴ്ച വെള്ളിയുടെ പിറ്റേ ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കായി തീർന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. സുബഹിന്റെ പള്ളിയിലേക്ക് പോയിട്ടില്ല. പിന്നീട് ളുഹറായപ്പോൾ അല്പം ആശ്വാസം കിട്ടി. പ്രവാചകൻ തന്നെ ഒന്ന് കുളിപ്പിക്കാൻ ഒരു ചെമ്പിലേക്ക് പ്രവാചകനെ കയറ്റിയിരുത്തിയിട്ട് അതിലേക്ക് പ്രവാചകനെ തലക്ക് മുകളിലേക്ക് വെള്ളം കോരി ഒഴിക്കാനും പറഞ്ഞ് അല്പം ആശ്വാസം കിട്ടിയപ്പോൾ 2 സഹാബികളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോവുകയുണ്ടായി. കാല് ഓരോന്നും നിലത്തേക്ക് എടുത്തു വെക്കാൻ കഴിയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാല് ഏച്ചു വലിച്ചായിരുന്നു പള്ളിയിലേക്ക് പോയത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രവാചകനെ അങ്ങനെ ആളുകൾ കൊണ്ടുപോയി റസൂൽ അവിടെ നമസ്കരിച്ചു. അവിടെയും പ്രവാചകൻ നിസ്കരിക്കുകയാണ്. പിന്നീട് തൊട്ട് തലേ ദിവസം റബീഉൽ അവ്വൽ 11 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ട് തലേ ദിവസം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അല്പം ആശ്വാസം ഉണ്ടാവുകയും പ്രവാചകൻ ചില പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ റസൂലിന്റെ ഉടമസ്ഥതയിൽ ചില അടിമകൾ ഉണ്ടായിരുന്നു. അവരെ പ്രവാചകൻ മോചിപ്പിച്ചു. റസൂലിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 7 ദീനാർ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ചെയ്ത് പാവങ്ങൾക്ക് കൊടുത്തു. പിന്നീടൊന്നും വീട്ടിലില്ലാതിരുന്ന സന്ദർഭത്തിൽ വൈകുന്നേര സമയമായപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിൽ കച്ചിക്കാൻ വിളക്കിലേക്ക് എണ്ണ അയൽവാസിയുടെ വീട്ടിൽ പോയി കടം വാങ്ങുകയുണ്ടായി. റസൂൽ തന്റെ വാള് മുസ്ലിമീങ്ങൾക്ക് ഹദിയായിക്കൊണ്ട് സ്വതക്കയായിക്കൊണ്ട് കൊടുക്കുകയുണ്ടായി. ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ ദിവസം ചെയ്തു. കുറച്ച് ആശ്വാസ പ്രവാചകനെ കണ്ടതായി സഹാബികൾക്ക് ബോധ്യപ്പെടുകയാണ്. അന്നേ ദിവസം രാവിലെ സുബഹിന്റെ സമയമായപ്പോൾ അല്പം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് സന്തോഷം സഹാബികൾ കാണുകയുണ്ടായി. റസൂൽ നേരത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമായി നിർത്തി നമസ്കാരം ആരംഭിച്ചു. അദ്ദേഹം ഓരോ നമസ്കാരത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സുബഹിന്റെ സമയമായപ്പോൾ പ്രവാചകന്റെ വീട്ടിന്റെ വിരിപ്പ് മാറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിന്റെ നേതൃത്വത്തിൽ സഹാബികൾ നമസ്കരിക്കുന്നത് കൺകുളിർക്ക് കാണുകയുണ്ടായി. പ്രവാചകന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ സഹാബികൾക്കൊക്കെ വലിയ സന്തോഷമായി. അവർ നമസ്കരിക്കുന്നതിന് നേരെ ഇടതുവശത്തായിരുന്നു പ്രവാചകന്റെ വീട്. മിമ്പറിനോട് അതേപോലെ തന്നെ പ്രവാചകന്റെ മിഹ്റാബിനോട് ഏറ്റവും അടുത്ത രീതിയിലായിരുന്നു പ്രവാചകന്റെ വീട്. അതുകൊണ്ട് തന്നെ സഹാബികൾക്ക് ഒരുപക്ഷെ അവരെ പ്രവാചകനെ കാണാമായിരുന്നു. റസൂലിന്റെ സന്തോഷം കണ്ടപ്പോൾ അവരുടെ നമസ്കാരമാകെ കുഴപ്പച്ചിലായി പോകുമെന്ന് അവർക്ക് പേടിയായി. അവരുടെ നമസ്കാരത്തിലെ കാട്ടിക്കൂട്ടലുകൾ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പ് നീക്കി അവരുടെ നമസ്കാരം തുടരാനും വേണ്ടി പ്രവാചകന് പ്രയാസമില്ലാതിരിക്കുവാൻ വിരിപ്പ് നീക്കിക്കൊണ്ട് പ്രവാചകൻ അങ്ങനെ അവിടെ കിടക്കുകയുണ്ടായി. അന്നേ ദിവസം സഹാബികൾക്ക് നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകനെ കണ്ടു. റസൂലിന്റെ ആശ്വാസം കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി.
അത്രയും ദിവസം പള്ളിയിലും പ്രവാചകന്റെ വീട്ടിലും പ്രവാചകനെ ചുറ്റുമായി കൊണ്ട് കൂടി നിന്നിരുന്ന റസൂലിനെ ഏറെ ഇഷ്ടമുള്ള സഹാബികൾ പ്രവാചകന്റെ സന്തോഷം കണ്ടപ്പോൾ അവരുടെ ജോലിക്ക് വേണ്ടി അവർ പിരിയാൻ തുടങ്ങി. പല ആളുകളും ആ സമയത്ത് പ്രവാചകന്റെ ആ സന്തോഷം കണ്ട്, മുഖത്തെ ആശ്വാസം കണ്ട് അവരൊക്കെ അവരുടെ ജോലി ആവശ്യങ്ങൾക്ക് പല ആളുകളും പോവുകയുണ്ടായി. അന്നേ ദിവസം റബീഉൽ അവ്വൽ 12 ഒരു വെള്ളിയാഴ്ച ദിവസം ളുഹാ സമയത്തായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്തെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി സഹാബികൾ നമുക്ക് വിവരിച്ച് നൽകിയിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും എന്തെല്ലാം നടന്നിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസ്ഥയെക്കുറിച്ച് സഹാബികളെല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ മാ അസാലു അജിദു അലമ തആമില്ലദി അകൽതു ബിഖൈബർ. ഖൈബർ ദിവസത്തിൽ എനിക്ക് ലഭിച്ചിരുന്ന ആ ജൂതപ്പെണ്ണ് എനിക്ക് നൽകിയിരുന്ന വിഷം പുരട്ടിയ മാംസത്തിന്റെ ആ വിഷത്തിന്റെ പ്രയാസം ആയിഷ ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ്. പ്രവാചകനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ഖൈബറിന്റെ അന്ന് ഒരു ജൂത സ്ത്രീ. റസൂൽ ഏറ്റവും ഇഷ്ടമുള്ള ആടിന്റെ കരളിൽ വിഷം പുരട്ടിയിട്ട് പ്രവാചകനെ കൊന്നുകളയാൻ ഖൈബറിൽ ഒരു ജൂത സ്ത്രീ ശ്രമിച്ചിരുന്നു. അന്നത്തെ ആ വിഷത്തിന്റെ വേദന ഞാനിപ്പോൾ അനുഭവിക്കുന്നുവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുകയുണ്ടായി. റസൂലിന്റെ വേദന കണ്ടപ്പോൾ ആയിഷ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വാ കർബാ അബാ, എൻ്റെ ഉപ്പാക്ക് എന്തൊരു വേദനയാണ്. കരഞ്ഞുകൊണ്ട് പ്രവാചകന്റെ തൻ്റെ പിതാവിന്റെ വേദനയെ സഹിക്കവയ്യാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ശബ്ദമുണ്ടാക്കിയപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകളോട് പറഞ്ഞത്, ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം. മോളെ, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ ഉപ്പാക്ക് ഇനി ഒരു വേദന ഉണ്ടാവില്ല എന്ന് തൻ്റെ മകളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അഥവാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയാനിരിക്കുകയാണ് എന്നുള്ള സൂചന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കാകെ കൊടുക്കുകയാണ്. ആകാശത്തെ കൈകൾ ഉയർത്തിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് ഒരു കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇന്ന ലിൽ മൗതി സക്കറാത്ത്, നിശ്ചയമായും മരണത്തിന് വേദനയുണ്ട് എന്ന് പറയുന്നു. സഹാബികൾ പറയുകയാണ്, പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈതാറ്റിയ ശേഷം ഉന്നതനായ കൂട്ടുകാരനിലേക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ആ ഫിർ റഫീഖിൽ അഅല എന്ന് ആവർത്തിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തുവെന്ന് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരന്മാരെ, മദീനയുടെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് റസൂലിന്റെ കൂടെ പ്രവാചകന്റെ കൂടെ എപ്പോഴും ചേർന്ന് നിന്നിരുന്ന മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷഹിദ്തുഹു യൗമ ദഖലൽ മദീന. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ച, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന മദീനയിലേക്ക് പ്രവേശിച്ച ദിവസത്തെ ഞാൻ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പ്രവാചകനിൽ സാക്ഷിയായിരുന്നു. فما رأيت يوما قط كان أحسن ولا أضبع من يوم دخل علينا فيه رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പ്രവേശിച്ച ആ ദിവസത്തേക്കാൾ, അതിനേക്കാൾ സന്തോഷമുള്ള, അതിനേക്കാൾ പ്രകാശപൂരിതമായ, അതിനേക്കാൾ മനോഹരമായ ഒരു ദിവസവും അതിന്റെ മുമ്പോ അതിന്റെ ശേഷമോ മദീനയിൽ ഞാൻ കണ്ടിട്ടില്ല. വശഹിത്തുഹു യൗമ മൗതിഹി. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്ന ദിവസവും ഞാൻ മദീനയിൽ സാക്ഷിയായിട്ടുണ്ട്. വമാ റഅയ്തു യൗമൻ കാന അഖ്ബഹ വലാ അദ്ലമ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ ദിവസത്തേക്കാൾ, അതിനേക്കാൾ മോശപ്പെട്ട, അതിനേക്കാൾ ഇരുട്ടുമൂടിയ, അത്രത്തോളമുള്ള പരിതാപകരമായ ഒരു ദിവസം മദീനക്ക് മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടേയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയായി ജീവിച്ചിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ മുതൽ പിന്നീട് പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം ഉണ്ടായിരുന്ന മദീനയുടെ അവസ്ഥയൊന്നും വിവരിക്കാൻ സാധ്യമാകുന്നതിന്റെയും അപ്പുറത്തുള്ളതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിലായിരുന്നു പ്രവാചകന്റെ സഹാബികൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നിയന്ത്രണ വിട്ട രൂപത്തിൽ അദ്ദേഹം പ്രകടമാക്കിയിരുന്നത് കാണാൻ സാധ്യമാകുമായിരുന്നു. സഹാബികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാത്ത രൂപത്തിൽ ബുദ്ധി നഷ്ടപ്പെട്ട പോലോത്തിൽ പോലും സഹാബികൾ പരക്കം പാഞ്ഞിരുന്നുവെന്ന് അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് സഹാബികൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. കാരണം അവർക്ക് സഹിക്കാൻ സാധ്യമാകുന്നതിൻ്റെയും അപ്പുറത്തുള്ളതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ. അവർക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും പ്രവാചകന്റെ പ്രയാസങ്ങളിലേക്കായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. കാരണം ആ പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദാ അസാബ അഹദുക്കും മുസീബ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ ഫല്യദ്കുർ മുസീബതഹു ബി, നിങ്ങൾക്കുണ്ടായ പ്രയാസത്തെ, മുസീബത്തിനെ എനിക്കുണ്ടായ മുസീബത്തുമായി കൊണ്ട് തട്ടിച്ചു കൊള്ളട്ടെ. ഫഇന്നക മിൻ അഅ്ളമിൽ മസായിബ്, കാരണം എനിക്കുണ്ടായ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ ആ പ്രവാചകൻ അനുഭവിച്ച പ്രയാസമാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം ഒരു വ്യക്തി, ഒരു വിശ്വാസി തൻ്റെ സ്വന്തം ജീവനേക്കാൾ, തൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ ഏറ്റവും ഇഷ്ടപ്പെടേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളുടെ മകന് മരണപ്പെട്ടാൽ, നമ്മുടെ കുടുംബത്തിൽ പ്രയാസമുണ്ടായാൽ, നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിൽ പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറത്തുള്ള വിഷമങ്ങൾ ഉണ്ടായാൽ, അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായ പ്രയാസങ്ങളെ നിങ്ങൾ ഓർത്തുകൊള്ളുക എന്നാണ് പ്രവാചകനെ പറഞ്ഞത്. ഉഹദിലും ബദറിലും പ്രവാചകൻ അനുഭവിച്ച പ്രയാസങ്ങൾ, മക്കയിൽ പ്രവാചകനേറ്റ ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെല്ലാം ആലോചിക്കുമ്പോൾ എൻ്റെ ഹബീബിനുണ്ടായ ബുദ്ധിമുട്ടിനോളം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് വരില്ലല്ലോ എന്ന് ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുകയും ആ പ്രയാസത്തെ, തനിക്കുണ്ടായ സ്വന്തത്തിനുണ്ടായ പ്രയാസത്തെ അവന് ലഘൂകരിക്കാൻ കഴിയുകയും ചെയ്യുമെന്നാണ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ പ്രവാചകന്റെ വഫാത്തിനേക്കാൾ വലിയ ഒരു പ്രയാസം, സങ്കടം ഒരു മുസ്ലിമിന് എന്താണുള്ളത്? അതിനേക്കാൾ വലിയ സങ്കടം ഒരു മനുഷ്യന് എന്താണുള്ളത്? അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെ നമ്മൾ ഓർക്കുന്നത്. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദിവസത്തെ ഓരോ ദിവസവും സഹാബികൾ പ്രവാചകന്റെ ഓരോ പ്രവർത്തനങ്ങളും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് കൃത്യമായി രേഖപ്പെടുത്തി നൽകുന്നുണ്ട്. ഇത് എന്തിനു സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയാസങ്ങളിൽ ഏറെ വിഷമിച്ചു കിടക്കുന്ന, മദീന ഒന്നാകെ കരഞ്ഞിരുന്ന ആ ദിവസങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? റബീഉൽ അവ്വൽ പിറക്കുന്ന സമയം തന്നെ ആഘോഷങ്ങളുടെ അവസ്ഥകൾ, ആഘോഷങ്ങൾ ഏതൊക്കെ രൂപത്തിലാകാമെന്ന് ആളുകൾ അതിനു വേണ്ടി ആലോചന കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകൾ പ്രകാശപൂരിതമാക്കുന്നു, പള്ളികൾ അതിനേക്കാൾ വലിയ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ആളുകൾക്ക് വലിയ സന്തോഷം ആളുകൾ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസമാണ് എന്ന സന്തോഷമാണ് അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ ആളുകളെ സംബന്ധിച്ചിടത്തോളം റസൂലിനോടുള്ള സ്നേഹം കാരണത്താൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്നത് പുണ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂലി കിട്ടുമെന്ന് വിചാരിച്ചാണ് സാധാരണ ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ആ നിലക്ക് സന്തോഷപ്പെട്ട് നടത്തുവാൻ സാധ്യമാവുകയില്ല. എല്ലാ റബീഉൽ അവ്വലിലും അന്ന് 12 അന്ന് എല്ലാവരും കരയണമെന്നും ദുഃഖം പ്രകടമാക്കണമെന്നും എന്നൊന്നുമല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. മറിച്ച് ആ ദിവസം സന്തോഷിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടമുള്ള ഒരു മനുഷ്യന് ഒരിക്കലും സാധ്യമാവുകയില്ല. സഹോദരന്മാർ, ഇത് പ്രവാചകന്റെ വഫാത്തിന്റെ സമയത്ത് മാത്രം നിൽക്കുന്ന ഒരു സംഗതി ആയിരുന്നില്ല. പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഖിലാഫത്ത് കഴിഞ്ഞു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ഖിലാഫത്ത് കാലഘട്ടത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 4-5 വർഷങ്ങൾക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷമാണ് ഭരണം നടത്തിയത്. പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം 12 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു വഫാത്താകുന്നത്. ആ ഭരണകാലഘട്ടത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് അവലംബിക്കാൻ മാത്രമുള്ള ഒരു കലണ്ടർ കൃത്യമായി രേഖപ്പെടുത്തിയെടുക്കുന്നത്. ഹിജ്രി കലണ്ടർ രൂപപ്പെടുത്തുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അന്നേ ദിവസം ഒരു സംഘം ആളുകളെ കലണ്ടർ തീരുമാനിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തുകയുണ്ടായി. ആ ആളുകൾ വ്യത്യസ്തങ്ങളായ ചർച്ചകൾ, കലണ്ടറുമായി ബന്ധപ്പെട്ട് അതിന്റെ ദിവസങ്ങളും മാസങ്ങളും തുടക്കവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത ചർച്ചകൾ നടന്നത് പിന്നെ ഇബ്നു കസീർ തന്റെ അൽ ബിദായത്ത് വ നിഹായയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. സമാനമായി പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും ഈ കാര്യം രേഖപ്പെടുത്തുന്നുണ്ട്.
ആളുകൾ ചർച്ചക്കൊടുവിൽ ഹിജറയെ അവലംബമാക്കിക്കൊണ്ട് കലണ്ടർ വർഷം ആരംഭിക്കാമെന്ന് തീരുമാനിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53-ാമത്തെ വയസ്സിലാണ് ജനങ്ങൾ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് മാസം കൊണ്ട് ആരംഭിക്കണമെന്ന ചർച്ച അവർക്കിടയിൽ വല്ലാതെ നടന്നിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആളുകൾ പറഞ്ഞിരുന്നത് ഹിജറയാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. അതുകൊണ്ട് വർഷത്തിന്റെ തുടക്കം നമുക്ക് റബീഉൽ അവ്വൽ മുതൽ ആരംഭിക്കാം എന്ന് അവർ തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ അത് പറഞ്ഞപ്പോൾ തന്നെ മറ്റുള്ള ആളുകൾ അതിനെ എതിർത്തത് ഇല്ല, റബീഉൽ അവ്വൽ കൊണ്ട് നിങ്ങൾ ആരംഭിക്കേണ്ടതില്ല. കാരണം ആ റബീഉൽ അവ്വൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജറ പോയതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ആ ദിവസത്തെയാണ്. റസൂൽ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ് റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് ആ മാസം കൊണ്ട് ആരംഭിക്കേണ്ടതില്ല എന്ന് പറയുകയും ആ അഭിപ്രായത്തെ ഐക്യകണ്ഠേന ആളുകൾ അംഗീകരിക്കുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറക്ക് വേണ്ടി ഒരുക്കം തുടങ്ങിയിരുന്ന സഹാബികൾ ഹിജറ പോയി തുടങ്ങിയിരുന്ന മുഹറം മാസത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധ്യമാകും. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസത്തെ ഓർക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പ്രവാചകന്റെ വഫാത്തായിരുന്നു. റസൂലിനെ സ്നേഹമുള്ള ആളുകൾ ഈ രൂപത്തിൽ പ്രവാചകന്റെ വഫാത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന മാസമായിരുന്നു റബീഉൽ അവ്വൽ മാസം. പിന്നെ എങ്ങനെയാണ് മുസ്ലിമെ ഈ ദിവസത്തിൽ നിനക്ക് ആഘോഷിക്കാൻ സാധ്യമാകുന്നത്? ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ ദിവസം കൊടിതോരണങ്ങൾ തൂക്കാൻ സാധ്യമാകുന്നത്? ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഈ ദിവസത്തിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുവാൻ സാധ്യമാകുന്നത്? പ്രവാചകനോടുള്ള സ്നേഹപ്രകടനമാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അതൊരിക്കലും റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രം ഉണ്ടായിത്തീരേണ്ടതല്ല. മറിച്ച് പ്രവാചകരോടുള്ള സ്നേഹം എല്ലാ ദിവസവും നേരം പുലർന്നത് മുതൽ വിരിപ്പിലേക്ക് കിടന്നുറങ്ങും വരെ അവന്റെ സന്തോഷവും അവന്റെ പ്രവാചകനോടുള്ള ഇഷ്ടവും പ്രകടമാക്കിക്കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. കേവലം ഒരു മാസത്തിൽ മാത്രം റസൂലിനോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്, ചുരുക്കി കാണിക്കുന്നത് പ്രവാചകനുള്ള സ്നേഹമല്ല, മറിച്ച് റസൂലിനെ ഈ ദിവസത്തിൽ മാത്രം സ്നേഹിച്ചാലും മതി എന്ന് ആളുകൾ കൊടുക്കുന്ന സന്ദേശമല്ലേ അത്? ഒരിക്കലും അങ്ങനെയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ അവന്റെ വകുപ്പിന്റെ കാരണം എന്താണ്? റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം പ്രകടമാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച് കാണിച്ചു തന്ന മാതൃകകൾ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണമെന്നാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ദഅവത്തിനായി പറഞ്ഞയക്കുന്നുണ്ട്. ദഅവത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അദ്ദേഹത്തെ ഒട്ടകപ്പുറത്തിരിച്ച് ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് താഴേക്ക് ചുടുമണ്ണിലൂടെ നടന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. ആ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ തനിക്കേറെ ഇഷ്ടപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദേ, നീ നിന്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഖബറിന്റെ അടുക്കൽ കൂടിയായിരിക്കും നീ നടന്നു പോവുക, നിനക്കെന്നെ ഇനി കാണാൻ സാധ്യമാവുകയില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സങ്കടം സഹിക്കവയ്യാതെ കരയുകയായിരുന്നു. കരച്ചിൽ നിർത്താൻ സാധ്യമായിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയാനുള്ള ആ സൗകര്യങ്ങളെയും അവസ്ഥകളെയും ഒഴിവാക്കിയിട്ട് അദ്ദേഹം പ്രവാചകന്റെ ഉപദേശം സ്വീകരിച്ച് യമനിലേക്ക് പോയത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്നേഹം പ്രകടമാക്കേണ്ടത് റസൂലിന്റെ കൂടെ കഴിഞ്ഞുകൊണ്ട് മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഇഷ്ടം പ്രകടമാക്കേണ്ടത് തിരിച്ചറിവായിരുന്നു. റസൂലിന്റെ കൂടെ എനിക്ക് കഴിയാൻ കഴിയില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിന്നിൽ നിന്ന് എനിക്ക് നമസ്കരിക്കാൻ കഴിയില്ല, മദീന പള്ളിയിൽ ലഭിക്കുന്ന 1000 നമസ്കാരങ്ങളുടെ കൂലി എനിക്ക് ലഭിക്കുകയില്ല, റസൂലിന്റെ പള്ളിയിൽ റൗദത്തും മിൻ റിയാദിൽ ജന്നയിൽ സ്വർഗത്തിന്റെ ഭൂമിയിലുള്ള ഇടങ്ങളിൽ എനിക്ക് നമസ്കരിക്കാൻ സാധ്യമാവുകയില്ല, പ്രവാചകന്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടും എന്നെല്ലാം തിരിച്ചറിഞ്ഞിട്ടും ആ വ്യക്തി, ആ സഹാബി യമനിലേക്ക് പോയത് റസൂലിനുള്ള സ്നേഹം കൊണ്ടായിരുന്നു. സഹോദരന്മാരെ, ആലോചിക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പഠിപ്പിച്ച മാതൃകകൾ ജീവിതത്തിൽ ഉൾപ്പെടുത്തലാണ്, അതനുസരിച്ച് കൊണ്ട് ജീവിക്കലാണ് ഒരു വിശ്വാസിയുടെ പ്രവാചക സ്നേഹം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണിച്ചു നൽകിയിട്ടില്ലാത്ത ജന്മദിനം എന്നത് റസൂലിനോടുള്ള ഇഷ്ടപ്രകടനമല്ല, അത് പ്രവാചകനെ ധിക്കരിക്കലാണ്. ആരെങ്കിലും പ്രവാചകനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ ഫഖദ് അസല്ലാഹ്, അവൻ അല്ലാഹുവിനെയാണ് ധിക്കരിച്ചത് എന്ന്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാൻ സാധ്യമായിരുന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്യാതിരിക്കാൻ തടസ്സങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ, റസൂലിന്റെ സഹാബികൾ ആരും ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ, ഹിജ്റ 50 ശേഷം വഫാത്തായ പ്രവാചകന്റെ അവസാനത്തെ ഭാര്യ പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ, ഹിജ്റ 100 ശേഷം വഫാത്തായ പ്രവാചകന്റെ അവസാനത്തെ സഹാബി പോലും നബിദിനം ആഘോഷിച്ചിട്ടില്ല എങ്കിൽ, ആദ്യത്തെ മൂന്ന് തലമുറകൾ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉന്നതമായ സമൂഹം തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിന്റെ ശേഷമുള്ളതാണ്, പിന്നെ അതിന്റെ ശേഷമുള്ളതാണ് പ്രവാചകനെ പഠിപ്പിച്ച സ്വഹാബികളും താബികളും തബഉ താബികളും അടങ്ങുന്ന 3 ഉത്തമ തലമുറയിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ, അതിനുശേഷം ഷിയാക്കൾ കൊണ്ടുവന്ന ഫാത്തിമിയാക്കൾ തുടങ്ങി വെച്ച ഇത്തരം ആഘോഷങ്ങൾ, ആചാരങ്ങൾ ഒരു വിശ്വാസി ഒരിക്കലും തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതെല്ലാം തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവാചക ധിക്കാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിനെ മുറുകെ പിടിക്കുവാൻ, ബിദ്അത്തുകളെ പരിപൂർണമായും ഒഴിവാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കലും പ്രവാചകന്റെ ചര്യ ജീവിതത്തിൽ കൊണ്ടുവരലുമാണ് പ്രവാചക സ്നേഹം എന്നാണ് നമ്മൾ ചുരുക്കി പറഞ്ഞത്. ആ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പ്രവാചകൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായും ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റസൂലിൻ്റെ സുന്നത്തുകളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ വല്ലാത്ത ഒരു മടി ആളുകൾക്കുണ്ടാകുന്നു. സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ട് സൊസൈറ്റിയുടെ കൂടെ ചേർന്ന് പലതും ചെയ്യാനുള്ള ത്വര, അത് പ്രവാചകന്റെ ഹദീസിന് വിരുദ്ധമാണെങ്കിൽ, അത് ഇസ്ലാമിന് വിരുദ്ധമാണെങ്കിൽ, ആ ഇസ്ലാമിൻ്റെ ആശയത്തെ കളിയാക്കാൻ പോലും മുതിർന്നുകൊണ്ടാണ് ചില ആളുകൾ മുന്നോട്ട് വരുന്നത്. സഹോദരന്മാരെ, റബീഉൽ അവ്വൽ 12 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദിവസം ഒരു പ്രത്യേക ആഘോഷം, ഒരു പ്രത്യേക സന്തോഷ പ്രകടനം വിശ്വാസി നടത്താൻ പാടില്ല എന്ന് പറയുന്നത് പ്രവാചകൻ ചെയ്ത് കാണിക്കാത്തത് കൊണ്ടാണ്. റസൂലിന്റെ ജന്മദിനം പോലും ഒരു വിശ്വാസിക്ക് ആഘോഷിക്കാൻ പാടില്ല, അത് പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമാണ് എങ്കിൽ, ഇസ്ലാമിലില്ലാത്ത ഇതര വിശ്വാസികളുടെ ആഘോഷങ്ങളിൽ എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പങ്കാളിയാകാൻ സാധ്യമാവുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിശ്വാസികൾക്ക് വലിയ രൂപത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട്. പ്രവാചകനെ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ആരെങ്കിലും ഒരു സമുദായത്തോട്, ഒരു സമൂഹത്തോട് സദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരിൽ പെട്ടവനായി തീരും. മുസ്ലിമിനൊരു ഐഡന്റിറ്റി ഉണ്ട്, മുസ്ലിമിനൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അവന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു രീതിശാസ്ത്രം അവന്റെ മുമ്പിലേക്ക് വിട്ടേച്ചുകൊണ്ടാണ് പ്രവാചകന് പോയത്. അത് കിതാബുള്ള, അള്ളാഹുവിന്റെ കിതാബാണ്. വസുന്നതി, പിന്നെ എന്റെ ചര്യയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനും ഹദീസും അനുസരിച്ചായിരിക്കണം വിശ്വാസി പ്രവർത്തിക്കേണ്ടത്. ആ വിശ്വാസിക്ക് 2 ആഘോഷം മാത്രമേ ഉള്ളൂവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. അതിനപ്പുറത്തൊരു ആഘോഷം ഒരു മുസ്ലിമിന് ഉണ്ടാകുവാൻ, വിശ്വാസിക്ക് ഉണ്ടാകുവാൻ പാടില്ല. വിശ്വാസത്തിന്റെ പേരിൽ, മതാഘോഷം എന്ന പേരിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നിലും അവൻ ഉൾപ്പെടുവാൻ വേണ്ടി പാടില്ല എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? അതൊന്നും വലിയ വിഷയമാകുന്നില്ല. മറ്റുള്ള ആഘോഷങ്ങളിൽ ആ ജനവിഭാഗത്തേക്കാൾ, ആ മതവിഭാഗത്തേക്കാൾ കൂടുതൽ അതിനെ ഏറ്റെടുക്കുന്നത്, അതിനുവേണ്ടി തുള്ളിച്ചാടുന്നത്, അതിനെ ചുക്കാന് പിടിക്കുന്നതൊക്കെ വിശ്വാസികളായി തീർന്നിരിക്കുകയാണ്. സ്കൂളുകളിലും കോളേജുകളിലും അതേപോലെ തന്നെ ജോലി സ്ഥലത്തുമെല്ലാം ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതിനും അതിൻ്റെ കൂടെ ചേരുന്നതിനും ഒരു മടിയുമില്ലാത്തവരായി മുസ്ലിമീങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, വളരെ ഗൗരവത്തിൽ ഈ കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മതവിഭാഗത്തിനും അവരുടെ ആഘോഷങ്ങൾ അത് ഏറ്റവും നന്നായിക്കൊണ്ട് ആഘോഷിക്കാനും ആചരിക്കാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും വകവെച്ച് നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഹൈന്ദവർ അവരുടെ ഓണവും വിഷുവും എല്ലാം ആഘോഷിക്കട്ടെ,
ക്രൈസ്തവർ അവരുടെ ക്രിസ്മസ് ആഘോഷിക്കട്ടെ, മുസ്ലിമീങ്ങൾ അവരുടെ പെരുന്നാൾ ആഘോഷിക്കട്ടെ. ഇതിനെയൊന്നും ആരും ഒരിക്കലും തടസ്സം നിൽക്കുന്നില്ല. ഈ രാജ്യത്തിന് നിയമം അനുസരിച്ചുകൊണ്ട് ഒരാളെ മുന്നിൽ തടസ്സം നിൽക്കാനും പാടില്ല. ഓരോരുത്തരും അവരുടെ ആഘോഷങ്ങൾ അവർ ആഘോഷിച്ചുകൊണ്ട് അതിലാരും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ സഹോദര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മറ്റു ആഘോഷങ്ങളിലേക്ക് കൂടിച്ചേർന്ന് കൊടുക്കേണ്ട ഒരു ദുരവസ്ഥ ഒരിക്കലും ഒരു മുസ്ലിമിനുണ്ടാകുവാനും പാടില്ല. ആ ആഘോഷങ്ങളെ എതിർക്കണമെന്നും ആ ആഘോഷം നടത്തുന്നവരെ ഇല്ലാതാക്കണമെന്നും എന്നൊന്നുമല്ല പറയുന്നത്. മറിച്ച് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആഘോഷിക്കുവാൻ ഒരു ആഘോഷ ദിനങ്ങൾ ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിനപ്പുറത്ത് പ്രവാചകന്റെ നബിദിനം പോലെ നമ്മൾ ആഘോഷിക്കുന്നില്ല എങ്കിൽ എങ്ങനെയാണ് മറ്റു ആഘോഷങ്ങൾ ഒരു വിശ്വാസിക്ക് ഉൾപ്പെടാൻ കഴിയുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവാചകനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ഇസ്ലാം ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അത്തരം ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്നത് വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി പ്രകടനമാക്കലാണ്. അതിന് നമ്മെ ആരും കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ ഈ ആഘോഷത്തിൽ, നീ ആഘോഷിച്ചോളൂ, ഞാൻ ആഘോഷത്തിലില്ല എന്ന് ഒരു മതവിശ്വാസിയോട് പറഞ്ഞാൽ നീ ഒരു വല്ലാത്ത തീവ്രവാദിയാണ് എന്ന് പറയുന്ന അവസ്ഥയൊന്നും നമ്മുടെ നാട്ടിലില്ല. അതിനെ എതിർക്കുമ്പോൾ, അതിനെ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ, അത്തരം ആഘോഷങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങൾ നിഷേധിക്കുമ്പോഴൊക്കെയാണ് നമ്മളൊരു തീവ്രവാദിയും അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലേക്ക് ചിത്രീകരിക്കപ്പെടുകയുള്ളൂ. എൻ്റെ വിശ്വാസത്തിന് ചേരാത്തതായതുകൊണ്ട് ഞാൻ ഇതിനില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് സഹോദരന്മാർ ഇവിടെ ഒന്നും സംഭവിക്കാതിരിക്കുന്നത്. പക്ഷേ അത് പറയാൻ ഇന്ന് വിശ്വാസികൾക്ക് മടിയും ഭയവുമായി തീർന്നിരിക്കുന്നു. അതിനെ നമ്മൾ ഗൗരവത്തിൽ ചികിത്സിക്കേണ്ടതുണ്ട്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലിനോട് സ്നേഹമുണ്ടെങ്കിൽ അത്തരം ആഘോഷങ്ങളിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടാൻ പാടില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതര മതവിശ്വാസങ്ങൾ അവരുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അത് അവർ ആഘോഷിച്ചു കൊള്ളട്ടെ. നമ്മൾ അവരുടെ കൂട്ടത്തിൽ ആഘോഷിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും തുള്ളിച്ചാടാനും അതിന് നേതൃസ്ഥാനം നിൽക്കാനും ഒന്നും നമ്മൾ നിൽക്കേണ്ടതില്ല. ഇത് വിശ്വാസത്തിന്റെ സംരക്ഷണമാണ്, ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി പ്രകടനമാക്കലാണ്. ഒരിക്കലും അത് അവരോടുള്ള വിദ്വേഷമല്ല. അവർ ഏറ്റവും ഭംഗിയിൽ, അവർക്കിഷ്ടമുള്ള രൂപത്തിൽ അവർക്ക് ഈ രാജ്യം നൽകുന്ന എല്ലാവിധ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സൗകര്യവും ഉപയോഗിച്ചുകൊണ്ട് അവർ ഏറ്റവും മനോഹരമായി കൊണ്ട് ആഘോഷിക്കട്ടെ. ഒരാളും തങ്ങളുടെ വിശ്വാസം മറ്റു വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അതിന് ഈ ഭരണകൂടം അംഗീകരിക്കുന്നുമില്ല, സ്വാതന്ത്ര്യം നൽകുന്നുമില്ല. അതുകൊണ്ട് ഒരാളും മറ്റുള്ള വിശ്വാസത്തെ മേൽ അടിച്ചേൽപ്പിക്കാതെ സ്വന്തം അവരവന്റെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവരുടെ ആഘോഷങ്ങൾ കൊണ്ടാടുന്ന അവസ്ഥാവിശേഷമായിരിക്കണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് സഹോദരന്മാരെയും, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ പാടില്ല എന്നുള്ളത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കി അതിൽ നമ്മൾ സ്വമേധയാ മാറി നിന്ന് ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യം വകവെച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് മാറിയിരിക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികം ഉറപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, കുടുംബത്തിൽ നബിദിനാഘോഷം വരുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ, ഓണാഘോഷവും മറ്റാഘോഷങ്ങളും നാട്ടിലും ജോലി സ്ഥലത്തും ഉണ്ടാകുമ്പോൾ അതിൽ മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില കുറ്റപ്പെടുത്തലുകളും ചില കളിയാക്കലുകളും ചില കുത്തുവാക്കുകളും ഒക്കെ നമ്മൾക്ക് കേൾക്കേണ്ടി വന്നേക്കാം. അത്തരം കുത്തുവാക്കുകളും കളിയാക്കലും ഉണ്ടാകുമ്പോൾ എനിക്കിതൊന്നും കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും അതിൻ്റെ കൂടെ കൂടുന്നു എന്നല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത്. മറിച്ച് ആ കുത്തുവാക്കുകൾ, ആ കളിയാക്കലുകൾ, അതിനെ ചെറുക്കൽ, അത് ജിഹാദാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വാളെടുത്തുകൊണ്ട് സ്വന്തം ശരീരം പിന്നെ വെച്ചുകൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് യുദ്ധഭൂമിയിൽ ഇറങ്ങിയിട്ട് സ്വന്തം ശരീരം നഷ്ടപ്പെടുത്തേണ്ട, കൊടുക്കേണ്ട അവസ്ഥയൊന്നും സഹാബികൾക്ക് ഉണ്ടായതുപോലെ നമുക്കില്ല. വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ പിന്നെ ഒരുപാട് സ്വന്തം ജീവൻ തന്നെ തൃണവൽക്കരിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കുണ്ടാകുന്നില്ല. മറിച്ച് നമ്മൾക്കൊക്കെ റബ്ബിന് മുമ്പിലേക്ക് പോയാൽ ജിഹാദ് എന്ന് പറയാൻ വേണ്ടി ഉണ്ടാകുന്നത് ഈ കുത്തുവാക്ക് കേട്ടതും ഈ കളിയാക്കലുകൾ കേട്ടതും അതിനുണ്ടായ മനോവിഷമങ്ങളും മാനസിക പ്രയാസങ്ങളും മാത്രമായിരിക്കാം. അതുപോലും നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എങ്ങനെയാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ പ്രവാചകനും സഹാബികളും കടന്നുപോയ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒരു ജിഹാദാണെന്ന് മനസ്സിലാക്കി, ധർമ്മസമരമാണെന്ന് മനസ്സിലാക്കി വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.